കാട്ടിയെപ്പോലുള്ള വലിയ വന്യമൃഗത്തിന് ഒറ്റയ്ക്ക് പോയി വേട്ടയാടി പിടിക്കുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് കാട്ടിലെ രാജാവ്? ഒരു കടുവേൻ്റെ ഒപ്പം വേറെയും കടുവകളും കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ ഒരു റോഡ് മുഴുവൻ നിൽക്കുകയാണ്. ഒരു എപ്പെക്സ് പ്രെഡേറ്റർ. തിരുനെല്ലി പോകുന്ന വഴിക്കുള്ള ഉണ്ണിയപ്പ കടയില്ല, അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് രാത്രിയിലാണ് ഈ കടുവകളെയും മൃഗങ്ങളെയൊക്കെ കൊണ്ടയിട്ടത് വയനാട്ടിലെ കാട്ടിലാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. സത്യമാണോ? ഇല്ല, കടുവ തന്നെയാണല്ല, സിംഹല്ല. ഓക്കെ, നമ്മളൊക്കെ കാട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ? എനിക്കും എന്തെങ്കിലും ഒരു അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബന്ദിപ്പൂര് വഴിയും മുത്തങ്ങ വഴിയൊക്കെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് കാട്ടിലെ രാജാവ്? കാട്ടിലെ രാജാവ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഹം. അതാണല്ലോ നമ്മൾ പറയലേ. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ കാട്ടിലെ രാജാവ് കടുവയാണ്, ടൈഗർ. അതിപ്പോൾ സിംഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഒരിക്കലുമല്ല. സിംഹത്തിൻ്റെയും കടുവയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര വ്യത്യാസമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഹം ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു മൃഗമാണ്. ഒരുമിച്ച് ജീവിക്കും. സിംഹം ഫാമിലിയായിട്ട് ജീവിക്കുക. സിംഹവും കൂടെ അതിൻ്റെ ഇണകളുണ്ടാവും, മക്കളുണ്ടാവും. ഒരു പാക്കായിട്ട് ജീവിക്കുന്ന ഒരു ആനിമലാണ്. അവർ വേട്ടയാടാൻ പോകുമ്പോഴും പാക്കായിട്ടാണ് പോവുക. ഒരു സ്ട്രാറ്റജി വെച്ച് പാക്കായിട്ട് വലിയ വലിയ ആനിമൽസിന്, ഇപ്പോൾ ഹിപ്പോകളെ വരെ വേട്ടയാടും സിംഹങ്ങൾ. പക്ഷെ അത് ഒറ്റയ്ക്ക് പോയിട്ടല്ല, കൂട്ടമായിട്ട് പോയിട്ടാണ്. വേറാസ് കടുവ എന്ന് പറയുന്ന മൃഗം അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 4 ഇരട്ടിയുള്ള കാട്ടിയെപ്പോലുള്ള വലിയ വന്യമൃഗത്തിന് ഒറ്റയ്ക്ക് പോയി വേട്ടയാടി പിടിക്കുന്ന ഒരു ജീവിയാണ് കടുവ. അതായത് ഒരു ഇന്ത്യൻ മെയിൽ ടൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 250 to 260 കിലോസ് ഉണ്ടാവും വെയിറ്റ്. ഓക്കെ, ഹെഡ് ടു ടെയിൽ ഏകദേശം 10 അടിയുടെ മേലെ ഉണ്ടാവും. ആവറേജ് 10 ഫീറ്റ്, 3 മീറ്ററിൻ്റെ മേലെ. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ ഒരു റോഡ് മുഴുവൻ നിൽക്കുകയാണ്. ആ വലിപ്പം ഉണ്ടാവും. ഓക്കെ, ഇത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ജീവിയാണ്. അതും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ വയനാട് പോലെയുള്ള ഭൂപ്രദേശങ്ങളിൽ ഒരുപാട് മാനുകളും മൊയിലുകളും ഒക്കെയുള്ള വനപ്രദേശങ്ങളിൽ നിബിഡ വനങ്ങളിൽ ജീവിക്കുന്ന ഒരു എപ്പെക്സ് പ്രെഡേറ്റർ. അത് ഫുഡ് ചെയിനിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ജീവിയാണ് കടുവ. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത്, നമ്മളെ കാട്ടിലെ രാജാവ് കടുവ തന്നെയാണ്. പക്ഷെ നമ്മൾ പഠിച്ചത് സിംഹമാണ് കാട്ടിലെ രാജാവ്. സ്വഭാവം വെച്ച് നോക്കുമ്പോഴും ഒറ്റയ്ക്ക് പോകുന്നവരാണ് എപ്പോഴും ധൈര്യം കൂടുതൽ. ഒറ്റയ്ക്ക് വേട്ടയാടും, ഒറ്റയ്ക്ക് പിടിക്കും, ഒറ്റയ്ക്ക് വേട്ടയാടും. അതാണ് കടുവ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പണ്ടൊക്കെ ഒരു 5-8-10 വർഷം അത്രയൊന്നും പോകണ്ട, ഒരു 5 വർഷം മുന്നേ വരെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കടുവ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര റെയർ സൈറ്റിംഗ് ആണല്ലേ. നമ്മൾ കാട്ടിലൊക്കെ ഭയങ്കര ഒരുപാട് ഉൾക്കാട്ടുകളിൽ പോയി ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കുറേ നാൾ കാത്തിരുന്നിട്ടൊക്കെയാണ് ഒരു കടുവയുടെ ഒരു ഫൂട്ടേജ് ഒക്കെ എടുത്തിട്ട് വരിക. ഇപ്പം നമ്മുടെ നാട്ടുമ്പുറത്തുള്ള വരുന്നുണ്ട്, വീഡിയോ എടുക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് കടുവ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക്. ഞാൻ ആദ്യമായിട്ട് കടുവ പിന്നെ നെക്കഡ് ഐസ് കൊണ്ട് കാണുന്നത് എൻ്റെ ഫ്രണ്ടിൽ. തിരുനെല്ലി പോകുന്ന വഴിക്കുള്ള ഉണ്ണിയപ്പ കടയില്ല, അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് രാത്രിയിലാണ് റോഡ് ക്രോസ് ചെയ്യുന്ന കടുവ കണ്ടു. അപ്പോൾ ഇതൊരു ഭയങ്കര സൈറ്റിംഗ് ആണെന്ന് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സന്തോഷമല്ലാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലിറങ്ങി ആദ്യമൊക്കെ കാറ്റൽസിനെ പിടിക്കുമായിരുന്നു, ആടിനെയും പശുവിനൊക്കെ പിടിക്കുമായിരുന്നു. ഇപ്പം മനുഷ്യന്മാരെ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യം. എന്തുകൊണ്ട്? അതായത് നമുക്കൊക്കെ വൈൽഡ് ലൈഫ് ഇഷ്ടമാണ്, കടുവ രാജാവായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ. പക്ഷെ അതൊരു ഹ്യൂമൻ ലൈഫിന് ത്രെട്ടായി തുടങ്ങുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പം കേരളം വിട്, ഇന്ത്യയിലെ മുഴുവൻ ഒരു കണക്കെടുത്ത് നോക്കിയാൽ തന്നെയും ഏറ്റവും കൂടുതൽ കടുവയുടെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് വയനാട്ടിലാണ്. എൻ്റെ അടുത്ത് കണക്കുകളില്ല, പക്ഷെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്. അല്ല, ഞാൻ ഇത് കുറേ ചിന്തിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ കേട്ടത് വെച്ചിട്ട്, പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും കേട്ടത് വെച്ചിട്ട് ഒരു കടുവയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടത് 50 കിലോമീറ്റർ റേഡിയസ് ആണ്. ആ 50 കിലോമീറ്ററിൽ ഇതിൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യും, അതിലേക്ക് വേറൊരു കടുവേനെ അടുപ്പിക്കൂല. ഇതൊക്കെയായിരുന്നു കേട്ടിരുന്നത്. ഇപ്പം റീസെൻ്റ്ലി കടുവേനെ കുറേ കാണാൻ തുടങ്ങിയപ്പോൾ ഇത് പാക്കായിട്ട്, അതായത് ഫാമിലി ആയിട്ട് പോകുന്ന പോലെയും ഒരു കടുവേൻ്റെ ഒപ്പം വേറെയും കടുവകളും
കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഇതൊക്കെ ആദ്യം പറഞ്ഞിരുന്നപ്പോൾ മിത്തായിരുന്നോ? എന്താണ് സംഭവം? ഒരിക്കലല്ല. ശരിക്കും ഒരു ടൈഗറിന്റെ ടെറിട്ടറി എന്ന് പറയുന്നത് ഒരു 50-60-100 കിലോമീറ്റർ സ്ക്വയർ ആണ്. അത്രയും ഒരു സ്പേസ് ആണ് കടുവയ്ക്ക്. പക്ഷേ ഞാൻ കേട്ടിരുന്നത് 50 കിലോമീറ്റർ. അപ്പോൾ ഇതിനൊരു കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഇരകൾ കിട്ടുന്ന തീറ്റ കിട്ടുന്ന ഒരു ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 100 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50 ചുരുങ്ങാം, 60-50 ചുരുങ്ങാം. ഓക്കെ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിബിഡവനാണ്. നമ്മളെവിടെ നോക്കിയാൽ നല്ല നിബിഡവനാണ്. ഇഷ്ടംപോലെ മാനുകളും ഇഷ്ടംപോലെ തീറ്റയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യലഭ്യത വെച്ച് നോക്കുമ്പോഴത്തേക്കും വയനാട്ടിൽ കടുവയ്ക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇനിയും വീണ്ടും അത് പുറത്തു വരുന്നു? അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ വരാൻ തുടങ്ങിയത് എപ്പോഴാണ്? അടുത്ത കൊറോണ. ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കാരണം ഇതിൻ്റെ മുന്നേ വരെ കടുവയെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ കാട്ടിൽ പോകണം, കാട്ടിൽ നിന്ന് സൈറ്റ് ചെയ്യലുണ്ട്, എവിടുന്നെങ്കിലുമൊക്കെ കിട്ടലുണ്ട്. പക്ഷേ ആ ഒരു കൊറോണൻ്റെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അങ്ങനെ ഫ്രീസ് ആയതിൻ്റെ ശേഷമാണ് ഇപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് കേട്ടോ. അപ്പോഴാണ് ഇപ്പം ഓരോ സ്ഥലത്തും നമ്മളടുത്ത് വരെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ ഹ്യൂമൻ ഇൻ്റർഫിറൻസ് ഭയങ്കര കുറവായിരുന്നു. കാട്ടിലേക്ക് പോകുന്ന ആൾക്കാർ കുറവായിരുന്നു. അപ്പോൾ അതിന് ഫ്രീ ആയിട്ട് നടന്ന് ഇണചേരാനും സന്താനോൽപ്പത്തി നടത്താനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും. പക്ഷേ വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടുവ ഒരു ടെറിട്ടോറിയൽ ആനിമലാണ്. അതായത് ടെറിട്ടറി വെക്കുന്ന ഒരു ആനിമലാണ് കടുവ. നമ്മൾ കാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, മരങ്ങളിൽ മാന്തിയിട്ടും മൂത്രമൊഴിച്ചിട്ടൊക്കെ ഇതിനെ ടെറിട്ടറി ചെയ്ത് മാർക്ക് ചെയ്യും. അപ്പോൾ ഈ ടെറിട്ടറിക്കകത്ത് വരുന്ന എന്തിനു തെറ്റാക്കി വേറെ ടൈഗറിനെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്തേക്ക് കയറ്റത്തേ ഇല്ല. ഓക്കെ, നമ്മൾ ഇതുപോലെ തന്നെ നിബിഡവനാണ് പറമ്പിക്കുളം പോലെ തന്നെ വേറെയും വരുന്നുണ്ട്. കോർബറ്റ് നാഷണൽ പാർക്ക് അവിടെയൊക്കെ ഉണ്ട്. ഇഫ് യു ഗോ ടു കൊൽക്കത്ത ആ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഉത്തരാഖണ്ഡിലൊക്കെ ഇതുണ്ട്, ടൈഗർ പാർക്സ് ഉണ്ട് ഒരുപാട്. ഇവിടെ നിന്നും ഇത്രയും ഹ്യൂമൻസുമായിട്ട് ഒരു അറ്റാക്ക് മോഡലോ ഒരു കോൺഫ്ലിക്റ്റിലോ എത്തുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ കുറച്ച് വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ള അറിയിച്ചിട്ട് പറയുകയാണ്, ഇവിടെയൊക്കെ കണ്ടിന്യൂസ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു കടുവയ്ക്ക് വിഹരിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതായത് ഒരു ടെറിട്ടറിയിലേക്ക് ഒരു കടുവ വന്നു, ഒരു കടുവയുടെ ടെറിട്ടറിയിലേക്ക് മറ്റൊരു കടുവ വന്നു, അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, അതിന് പോകാൻ വേറെ ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 157+ കടുവകളുണ്ട് വയനാട് ഫോറസ്റ്റിൽ. ഒന്നാമത്തെ റീസൺ നമ്മുടെ ഫോറസ്റ്റിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണത്. ഉറപ്പല്ലേ? 50 കിലോമീറ്റർ വെച്ചിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെ കൂടുതൽ 150 കടുവ × 50 വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അതിൽ ഒരു കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് വേട്ടയും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ എണ്ണം കൂടിയത്. ഓക്കെ, നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവരെന്നല്ലേ കൺട്രോളും ചെയ്യേണ്ടത്. അതെ. പക്ഷെ അതിന് ഒരു പ്രശ്നമുണ്ട് ഇവിടെ. വയനാട് ഇഫ് യു ലുക്ക് അറ്റ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. ഫോറസ്റ്റ് ഉണ്ട്, വിസ്തൃതിൻ്റെ ഒക്കെ സംഭവിച്ചു, ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എത്ര കിലോമീറ്റർ ഫോറസ്റ്റ് വയനാട്ടിൽ കിട്ടും? അല്ല, ഓരോ ഏരിയയിലാണ് അല്ലേ? അത് കുറേ ഏരിയയിൽ ഫോറസ്റ്റ്, അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. അത് ഞാൻ എസ്റ്റേറ്റ്, ഒന്നീ കോഫി അല്ലെങ്കിൽ ടീ, വീണ്ടും ഫോറസ്റ്റ്, വീണ്ടും എസ്റ്റേറ്റ്, ഇങ്ങനെയാണ് വയനാട് കിടക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെറിട്ടറിയിൽ വരുന്ന ഒരു കടുവ അവശനായിരിക്കാം, പരിക്കേറ്റതായിരിക്കാം, അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ സമയത്ത് പരിക്കേറ്റ് പുറത്തു പോകുന്നതായിരിക്കാം. ഇതധികം വലിയ എസ്റ്റേറ്റുകളുടെ അടുത്തും ജനവാസ മേഖലയുടെ അടുത്തൊക്കെ ആയിരിക്കും. കാര്യം തിരിച്ചു പോകാൻ പറ്റില്ല, ഓപ്ഷനില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കടുവ ഇതിന് ചിലപ്പോൾ ഒരു മാനിനെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബിരിയാണി കിട്ടുന്ന പോലെ ഭയങ്കര റെയറാണ്, കിട്ടില്ല. അത് കിട്ടുന്ന ചിലപ്പം വല്ല കാട്ടുപന്നിയായിരിക്കാം, മുയലായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. 100-300 കിലോ ശരീരഭാരമുള്ളൊരു ജീവിയാണ്. അപ്പം അതിന് മാത്രം മീറ്റ് അത് കഴിക്കണം. പ്രാവശ്യം ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അതിന് ഭക്ഷണം കഴിക്കണ്ട. പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിനെ അത് അറിഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതല്ല. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കേസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പുല്ലരിയുമ്പോൾ, അല്ലെങ്കിൽ കാപ്പി പറിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് മനുഷ്യന്മാർ കടുവ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീട്ടിലുള്ള കാറ്റൽസിനെയും അടിച്ചിട്ടുള്ളത്. അപ്പോൾ
ഒരു കടുവ പിന്നെ വിശന്നിരിക്കുന്ന സമയത്ത് ഏറെ ഇറങ്ങുമ്പോൾ കാണുന്നത് അതിനൊരു ഹ്യൂമൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ല അതിന്. അപ്പം കുനിഞ്ഞിന്ന് പുല്ല് വെട്ടുന്ന ഒരാളെ കാണുമ്പോഴത്തേക്കും അതൊരു എന്തോ ഒരു ജീവി ഒരു ഇരയാണെന്നാണ് തോന്നുക. അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട്. അത് എണീറ്റ് നിൽക്കുന്ന മനുഷ്യനെ കടുവയ്ക്ക് പേടിയെന്ന് പറയാം. നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമ്മൾ കടുവയുടെ മുന്നിൽ നമ്മൾ നടന്ന് ചെല്ലുന്നുണ്ടെങ്കിൽ ഓടാണ്ടിരുന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യ സാന്നിധ്യം പരമാവധി അത് ഒഴിവാക്കാൻ നോക്കും എന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ അധികം അറ്റാക്ക് നടക്കുന്നത് ഇങ്ങനെയാണ്. കുഞ്ഞേക്കുമ്പോൾ പുല്ലരിയുമ്പോഴും ഇതൊക്കെ ആയിട്ട് അത് വേറെ ഏതെങ്കിലും മൃഗാന്നോ അല്ലെങ്കിൽ അതിൻ്റെ അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യ കൂട്ടത്തിന് 4-5 പേര് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കടുവ അറ്റാക്ക് ചെയ്ത സംഭവങ്ങളും നമ്മൾ ഇതന്നെ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത് തന്നെ. അതാണ് എൻ്റെ വാസ്തവം. പിന്നെ ഞാനൊന്ന് വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ തോന്നുന്നില്ല, അതൊക്കെ കേട്ടുകേൾവിയാണ്. അതായത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സർക്കസിൽ മൃഗങ്ങളെയൊക്കെ നിർത്തിയല്ലോ. അപ്പോൾ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന അത്രയും സർക്കസത്തെയൊക്കെ ഈ കടുവകളെയും മൃഗങ്ങളെയൊക്കെ കൊണ്ടയിട്ടത് വയനാട്ടിലെ കാട്ടിലാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. സത്യമാണോ ഇല്ല എന്നൊന്നും അറിയില്ല. അതില് വേറൊന്ന് അതിൽ ഞാൻ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ ആ കേട്ടത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ടെറിട്ടറിയിലെ കടുവകളുണ്ടല്ലോ, അപ്പോൾ അത് വേറൊരു കടുവേനെ അടുപ്പിക്കൂല. ഓക്കെ. പിന്നെ ഈ ഉള്ളിലുള്ള കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം അതിന് കാട്ടിൽ തന്നെ അത്രയും പിന്നെ ഇരകളും കാര്യങ്ങളും ഉണ്ട്. ഇത് ലൈറ്റിലേക്ക് വരുമില്ല. അപ്പം ഞാൻ കേട്ടത് വെച്ചിട്ട് പിന്നെ ഈ സർക്കസ് എന്നൊക്കെ കൊണ്ടുപോയിട്ട കടുവകൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവില്ല, ബാക്കിയുള്ളവരതിനെ അട്ടി ഓടിക്കും. അപ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങുക, ഇതിന് ലൈറ്റ് ഒരു പ്രശ്നമല്ല. കാരണം ഹാലോജൻ ബൾബിൻ്റെ മുന്നിൽ കിടന്ന് കളിച്ച സാധനത്തിന് അതാണ് ഈ കാറ്റൽസിന് ഇതിനൊക്കെ വന്നിട്ട് അടിക്കുന്നതും പിന്നെ ഇതേപോലെ റീസെൻ്റ്ലി ആളുകൾ അടിക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താന്നുള്ളത് എനിക്ക് പുതിയ അറിവാണ്, ഞാൻ കേട്ടിട്ടില്ല. ഇത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളിതിപ്പോൾ എത്ര നമ്പേഴ്സ് വരണം അല്ലേ? വളരെ ചുരുങ്ങിയ നമ്പേഴ്സിലേ വരാൻ പാടുള്ളൂ. അതെ തീർച്ചയായിട്ടും. പക്ഷെ ഇതൊക്കെ നമ്പേഴ്സ് കൂടിയത് ഒബ്വിയസ്ലി കൊറോണ ടൈമിൽ തന്നെ. കാരണം മനുഷ്യന്മാർ കാട്ടിലേക്ക് കയറാതായി, എവിടേക്കും അനങ്ങാതായി. ആ സമയത്ത് പ്രചരണം ഇതൊക്കെ കൂടി അങ്ങനെ ആയിരുന്നിരിക്കണം. ഇതിൻ്റെ ഒന്നും ആധികാരികമായിട്ട് പറയാൻ ഞാൻ നമ്മളാരുമല്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാനൊരു ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല മോഡൽ കണ്ടായിരുന്നു. ഞാൻ അന്ന് കടുവയെ കണ്ട കാഴ്ച പറഞ്ഞില്ലേ രാത്രി, അത് ബന്നാർക്കട്ട പോയി വരുന്ന വഴിക്കാണ് കണ്ടത്. ഓക്കെ. ബന്നാർക്കട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഒരു വലിയൊരു ഏരിയ. അപ്പോൾ ഇവിടെ ശല്യക്കാരായ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ട്രെയിനിങ് അല്ല, അവിടെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവർ ജീവിക്കുകയാണ്. അവർക്ക് ഫുഡ് കൊടുക്കും. ടൈഗേഴ്സിനും പിന്നെ ലയൺസും എല്ലാം ഉണ്ട് അവിടെ. അതുപോലെ ചിലപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ള കാര്യം. വയനാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അബാൻഡൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും എസ്റ്റേറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളൂ. ഒരു വലിയ ഏരിയ ഇതാക്കി പിന്നെ ഈ അവശരായതോ ശല്യക്കാരായതോ ഇതിനൊക്കെ പിടിച്ചിട്ട് നമുക്ക് അതിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുക അല്ലെ കൂട്ടിലിടുക അല്ല. ഭയങ്കര ഒരു പ്രൊജക്റ്റാണ് ഇപ്പം റിലയൻസ് ചെയ്തിരിക്കുന്നത്, വൻതാര എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിലോ. അതെ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് എനിക്ക് തോന്നും. പക്ഷെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വയനാട്ടിൽ തന്നെ പിടിക്കുന്ന ശല്യക്കാരെ കടുവകളെയും പുലികളെ കൊണ്ടിടുന്നത് ബന്നാർക്കട്ടയിലാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറേ എണ്ണത്തിന് പെരുകുന്ന ഇതുകളെങ്ങൾക്ക് പിടിച്ചിട്ട് കോർബറ്റിലോ അങ്ങനെയുള്ള ഏതെങ്കിലും നാഷണൽ പാർക്കിലേക്ക് മാറ്റുക. അല്ലാതെ വേറും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എപ്പോഴും സമ്മർ തുടങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. കാര്യം ബന്ദിപ്പൂരിന്നും മുതുമലയിൽ നിന്നൊക്കെയുള്ള മൃഗങ്ങളൊക്കെ ഈ വയനാട്ടിലൊക്കെ ഇറങ്ങുന്നത്. കർണാടകയായിട്ടുള്ള കടുവയും തമിഴയും അവർക്ക് എന്ത് കർണാടക എന്ത് വയനാട് ബോർഡറിൽ ഇവർ ഇറങ്ങി വരുമല്ലോ. വെള്ളം കിട്ടുന്ന സ്ഥലം നോക്കി അവരൊക്കെ ഡ്രൈ ആയി പോകും. പിന്നെയും കുറച്ചും കൂടി പച്ചപ്പും ഹരിതാപവും ഉള്ളത് ഈ വയനാടും അതൊക്കെ തന്നെ ആ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ അറ്റാക്സ് കൂടുന്നതും ആ വേനൽക്കാല സമയത്ത്. അപ്പോൾ ഇതിൻ്റെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എന്തെങ്കിലും ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് സംസാരിക്കാന്നേ ഉള്ളൂ. നമുക്ക് അതെ അത്രേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് സംസാരിക്കാന്നേ ഉള്ളൂ. കൂടുതൽ അധികാരപ്പെട്ടതും ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച് വിവരമുള്ള ആൾക്കാർ എന്തെങ്കിലും നടപടികൾ എടുക്കട്ടെ അല്ലേ? ഇനിയെങ്കിലും ഒരു ജീവൻ പൊലിയാണ്ടിരിക്കട്ടെ. അതെ അതാണ് പറയാനുള്ളത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും അതെ കുറേ റൂമറുകൾ വരുന്നുണ്ട്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഗവൺമെൻറ് ഇതിനെന്താക്കണം, മനുഷ്യനെ
അറ്റാക്ക് ചെയ്യാൻ മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. പ്രയോറിറ്റി, ഏറ്റവും കൊടുക്കേണ്ടത്. അതിനുള്ള എന്തെങ്കിലും നടപടികൾ വരട്ടെ. അതെ, ഇപ്പം നമ്മൾ കാടിൻ്റെ അടുത്തല്ലെങ്കിൽ പോലുള്ള സ്ഥലത്ത് വരെ വന്യജീവികൾ ഇറങ്ങി തുടങ്ങി. കാടിന്റെ അടുത്ത് വലിയ ബന്ധമില്ലാത്തടത്ത് വരെ കടുവയല്ല അല്ലാതെല്ലാ സാധനങ്ങളും ഇവിടെ സംസാരിച്ചാൽ മതി. രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മരണപ്പെട്ടത് അല്ലേ, മലപ്പുറത്ത്. അതൊന്നും ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഷേഴ്സ് വരണം. ആൾക്കാർ ചിലപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗമായിരിക്കും രാവിലെ പോയിട്ട് പിന്നെ റബ്ബർ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പശുവിനെ കറക്കുക. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവർക്ക് വേറൊരു ഓപ്ഷനില്ലല്ലോ, ജീവിക്കണം. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം അത് ഇതന്നെ ഉള്ളൂ. ഒന്ന് ഈ കൊറോണൻ്റെ ശേഷം പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം വേറെ തന്നെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അതിലിങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അധികാരികൾ പഠിച്ച് അതിനനുസരിച്ചുള്ള ഇപ്പം എനിക്ക് തോന്നുന്നത് ഒന്ന് ചെയ്യേണ്ടത് ഫോറസ്റ്റിൻ്റെ ഫോഴ്സ് ആളുടെ എണ്ണം കൂട്ടുക എന്നില്ല, എന്നിട്ട് അതിനനുസരിച്ച്. കാരണം ഒന്ന് ഫോറസ്റ്റ് എന്തിനാണ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ഒബ്വിയസ്ലി മനുഷ്യൻ്റെ സംരക്ഷണമാണുള്ളത് അതിന് വേണ്ടത്. അപ്പോൾ ഇത് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവർ ചെയ്തു വെക്കേണ്ടത്. ഇതെന്തുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതിനെ പറ്റി പഠിച്ച് അതിനൊക്കെയുള്ള സിസ്റ്റംസും സംവിധാനങ്ങളും ഇവിടെ ഉണ്ടല്ലോ, അത് വെച്ച് പഠിച്ച് അതിനനുസരിച്ചുള്ള പ്രിവെൻഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ വരാനുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ ഇനി നാള് തോറും കൂടുന്തോറും ഇത് കൂടി വരികയുള്ളൂ എന്തെന്നാണെന്നുണ്ടെങ്കിലും. കാരണം ഫോറസ്റ്റിൻ്റെ ലോ അത്രയും കൂടി വരികയാണ്. ആരും കാട്ടിലേക്ക് ഇനി അങ്ങനെ കയറാനോ ഇതിനൊന്നും നിൽക്കില്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നു. അതൊക്കെ ഇപ്പം എത്രയോ കുറഞ്ഞു, ഇപ്പോഴും ഇല്ലാന്നില്ല, എന്നാലും എത്രയോ കുറഞ്ഞു ഇരിക്കുകയാണ്. അപ്പോൾ ആ ഇതിൽ ഇതിനെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ, കടുവ എന്ന് മാത്രമല്ല വന്യജീവികളെല്ലാം, ഇപ്പോൾ പന്നിയാണെങ്കിൽ പോലും മൊത്തം ഡേഞ്ചർ തന്നെയാണ്. ഇപ്പം കടുവ, പന്നി, ആന അതൊക്കെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ കാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് വേറൊരു ഇതാണ്. അപ്പം ഹോപ്പ്ഫുള്ളി നമ്മളുടെ ഗവൺമെൻറ്റും എന്തെങ്കിലും നടപടികൾ എടുക്കുന്നു, ഉചിതമായ നല്ല നടപടികൾ. മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുന്നില്ല നമുക്ക് പ്രതീക്ഷിക്കാം. കടുവ തന്നെയാണ് രാജാവ് കേട്ടോ. കടുവ തന്നെയാണല്ലേ, സിംഹം അല്ല. ഓക്കെ.